ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ ഡോനട്ടിൻ്റെ റെസിപ്പി. അങ്ങനത്തെ വീഡിയോ ഒക്കെ സെറ്റാക്കിയിട്ട് വോയിസ് ഓവർ ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ വീഡിയോൻ്റെ ബാക്കിയായിട്ട് വരും. ഡോനട്ട് ഉണ്ടാക്കാനായിട്ട് റെസിപ്പി ചോദിച്ചവർക്കായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടാലോ. ഞങ്ങളില്ലേ ഡോനട്ട് ഉണ്ടാക്കാൻ പോണേന്ന്, അപ്പം അത് നല്ലേന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം അച്ഛൻ്റെയാണ് ഞാൻ എല്ലാം എടുക്കണ. അത് തന്നെ ഇന്നാണ് കൊഴുപ്പില്ലെങ്കിൽ കൊഴുപ്പില്ല, കൊഴുപ്പുണ്ടെങ്കിൽ കൊഴുപ്പുണ്ട്, കൊഴുപ്പില്ലെങ്കിൽ കൊഴുപ്പില്ല. അത് നല്ലേപ്പിക്ക് ഉപ്പും അതും കൂടെ ഇട്ട് മിസ്സാക്കിയപ്പോഴേക്കില്ലേ രണ്ടും കൂടെ മിസ്സാക്കാൻ പോയപ്പോഴേക്ക് കൊള്ളായിരുന്നേ. അപ്പത്തേക്ക് നല്ലതായിരിക്കും, നല്ലോണം നല്ലതായിരിക്കും. ഇഷ്ടപ്പെടുമ്പോഴേക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാൻ ബെല്ലമർത്തോ. പിന്നെ ഇല്ലേ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പാത്തിയൊന്ന് പറഞ്ഞ് കളിക്കുമ്പോഴേക്ക് നല്ല രസമുണ്ടാവും. മിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അത് വേറെ എന്താണോ പിന്നെ ഇങ്ങനെ ആയി. അപ്പം ഇങ്ങനെ വേറെ എണ്ണ ഇട്ടിട്ട് പിന്നെ മിസ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയപ്പോഴേക്ക് നല്ലതാ. എത്ര വേണ്ടമ്മ, എത്ര വേണ്ട? കുറച്ച് സമയം കൂടി ഉണ്ട്. ആ ഉപ്പിട്ടപ്പോഴേക്ക് അതിനകത്ത് മൈദ ഉണ്ടായിരുന്നു. എന്നിട്ട് ചപ്പാത്തി പോലെ ഇങ്ങനെ പേട്ടി ആക്കി, എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വട്ടത്തി ആക്കി. എന്നിട്ടില്ലേ കൊവേ വട്ടത്തി ആക്കിയിട്ട് 3 വട്ടം ആക്കിയിട്ട് ഇത്ര വട്ടമാക്കിയിട്ട് കൊവേ വട്ടമാക്കി. അങ്ങനെ കൊവേ വട്ടമാക്കി. അത് കാരണം ഇഷ്ടപ്പെട്ടപ്പോഴേക്ക് അച്ചായി ഉണ്ടാക്കിയപ്പോഴേക്ക് എനിക്ക് തന്നില്ലല്ലേ. അന്നത്തേണ ഇന്നത്തേണ ബാക്കി പറ. അത് കാരണം കുറച്ച് സമയം കാരണം കൊഴുപ്പവുമില്ല, ചായവുമില്ല, സാധനവുമില്ല. വേവിക്കാൻ പോകുമ്പോഴേക്ക് നല്ല രസം ഉണ്ടാവും. നൂഡിൽസ് അയക്കുക. നൂഡിൽസ് അല്ല, അത് ഡോനട്ട് അല്ലേ ഉണ്ടാക്കുക. ഡോനട്ട് ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല രസം ഉണ്ടാകും. ഡോനട്ട് ഇങ്ങനെ മിക്സ് ചെയ്താണ് എൻ്റെ ഉണ്ടാക്കിയത്. അത് നല്ല അയക്കുമ്പോഴേക്ക് സൂപ്പർ ആയിരിക്കും. ഇപ്പം എന്താ ചെയ്തോണ്ടിരിക്കണം? ഇപ്പോൾ വേവിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് എടുത്തെടുത്ത് കഴിഞ്ഞു വെച്ച് തീന്ന് പിന്നെ ഇങ്ങനെ മുക്കി ഇതിട്ട് പിന്നെ തണുത്ത് വന്നപ്പോഴേക്ക് എടുത്തിട്ട് വെച്ചിട്ട് കേക്കിൽ വെച്ച് കൊടുത്തു.